ക്രിസ്തുമസിന് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ക്രിസ്തുമസ് ട്രീ. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെയുള്ള വീടുകളിൽ പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ നല്ല കാശുമാകും. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ഏറ്റവും ചിലവ് കുറച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കാമെന്ന് നോക്കാം. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിൻ വേണ്ടത് ഗാർലൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് വൈറ്റോ അല്ലെങ്കിൽ ഗ്രീൻ തന്നെ നമുക്ക് ലൈറ്റ് ഗ്രീനും അതുപോലെ ഡാർക്ക് ഗ്രീനും മിക്സ് ആയിട്ടുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ടുള്ള ഗ്രീനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ പല രീതിയിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 3 സ്ട്രെയിറ്റ് ആയിട്ട് ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന 3 കമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കമ്പുകളെല്ലാം സെയിം ലെന്തിലുള്ളതായിരിക്കണം. പിന്നെ നമുക്ക് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ടോയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടോ ഈ 3 കമ്പും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് ഈ കമ്പിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ടോയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ടോ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ അത് ഒത്തിരി ചെറുതാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒതുങ്ങിയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആയിരിക്കും. കുറച്ചും കൂടെ വൈഡായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സർക്കിളിൻ്റെ വലുപ്പം ഇച്ചിരി ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഗാർലൻഡ് നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ മുകളിലേക്ക് നമുക്ക് ചുറ്റി കൊടുക്കാം. കമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു ടിപ്പ് ഭാഗത്തായിട്ട് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ടോയിനോ വെച്ചിട്ട് നമുക്കൊന്ന് സേഫാക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ആ എടുക്കുന്ന കമ്പിൻ്റെ നീളം അതുപോലെ തന്നെ നമ്മൾ എത്രയും സ്ട്രെച്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ടോ അതൊക്കെ അനുസരിച്ചായിരിക്കും ഗാർലൻഡ് എത്രമാത്രം വേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ നമുക്ക് ആ കാർഡ്ബോർഡ് നമ്മൾ താഴെ വെച്ചിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് കവർ ചെയ്യുന്നത് വരെ നമുക്കിതിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഗാർലൻഡ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തും കൂടെ കൊടുക്കാം. കൊച്ചു ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മുകളിൽ വെക്കാനായിട്ട് എടുത്ത സ്റ്റാറിന് ഇച്ചിരി വലുപ്പക്കൂടുതലായിരുന്നുകൊണ്ട് വേറൊരു സ്റ്റാറും കൂടെ ഉണ്ടാക്കിയിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കാനായിട്ട് ഒരു 100 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. ഒരു 2 ഗാർലൻഡാണ് ഇതിന് വേണ്ടി വന്നിട്ടുള്ളത്. ഒരു ഗാർലൻഡിന് 30 രൂപ കൊടുത്തിട്ട് അങ്ങനെ 2 ഗാർലൻഡിന് 60 രൂപ. പിന്നെ ഒരു 30 രൂപയ്ക്കാണ് ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒരു 100 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ക്രിസ്മസ് ട്രീ തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു 2 അടി പൊക്കം വരുന്ന ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിൽ കൂടുതൽ പൊക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഗാർലൻഡ്സും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും വേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം.